ഈ രണ്ടുപേരോട് ഇസ്ലാം കടപ്പെട്ടതുപോലെ മറ്റാരോടും കടപ്പെട്ടിട്ടുമില്ല നബിയെ ഒഴിച്ചാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിച്ചാൽ ഈ ഉമ്മത്തും ദീനും ഏറ്റവും കടപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങൾ, ഒരാണും ഒരു പെണ്ണും. ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹ, ഒന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഇവർ നബിയെ ഏറ്റവും അളവറ്റ് സഹായിച്ചിട്ടുള്ള, ഏറ്റവും പ്രത്യേകമായ നബിയുടെ ജീവിതത്തിൽ 25 വയസ്സാകുമ്പോൾ അവിടുത്തെ ജീവിതത്തിൽ ഇണയായി താങ്ങും തണലുമായി സ്നേഹവും പരിലാളനവും എല്ലാ തരത്തിലുള്ള സംരക്ഷണവുമായി എന്ന മഹദി ഖദീജ റളിയല്ലാഹു അൻഹ. ആ ഖദീജ ബീവി നബി അറിയുന്നത് സുവിശേഷകന്മാരിലൂടെ, ജൂതപുരോഹിതന്മാരുടെ സുവിശേഷ വിവരത്തിലൂടെയാണ്. ഇതേതോ കച്ചവട സംഘത്തെ അയക്കുമ്പോൾ കിട്ടിയ വിവരമാണ്. അതിൽ ഖദീജ ബീവിക്ക് കച്ചവടത്തിന് നബി അയക്കുമ്പോൾ ഏക കച്ചവടത്തിലാണ് അള്ളാഹുവിന്റെ റസൂല് പോയിട്ടുള്ളൂ. ഈ കച്ചവടത്തിന് വേണ്ടി പോകുമ്പോൾ ഖദീജ ബീവി മൈസറത്ത് എന്ന തൻ്റെ അടിമയെ മുഹമ്മദ് മുസ്തഫ എന്ന കച്ചവടക്കാരനെ വാച്ച് ചെയ്യാനും അവരുമായി ബന്ധപ്പെട്ട എല്ലാ ചലനങ്ങളും എന്നെ അറിയിക്കണമെന്നും പറഞ്ഞ് ഏൽപ്പിച്ചതനുസരിച്ച് മൈസറത്തിന് കിട്ടുന്ന വിവരമാണ് വരാനിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നബിയായി വരാനിരിക്കുന്നവരാണ് ഇവരെന്ന് ജൂതപുരോഹിതന്മാർ, ജൂത സന്യാസിമാർ കൊടുത്ത വിവരം. ഇത് ഖദീജ ബീവിയുടെ മനസ്സിൽ നിൽക്കുകയാണ്. ഖദീജ ബീവിയുടെ മനസ്സിൽ താലോലിച്ചിട്ടാണ് ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹാഭ്യർത്ഥന നടത്തുന്നത്. അബൂ താലിബ് എന്നവർ പറയുന്നുണ്ട്, കച്ചവടത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ ഖദീജ ബീവിയുമായുള്ള ആദ്യ ബന്ധം സ്ഥാപിക്കാൻ കച്ചവടത്തിന് പറഞ്ഞയക്കുമ്പോൾ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും അതിനുള്ള ഒരു ചുമതല. അവരുടെ കച്ചവട സംഘത്തിന് പോകാൻ ദാരിദ്ര്യം കൊണ്ട് ഗുരുബിരിക്കൊള്ളുമ്പോൾ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട തൻ്റെ സംരക്ഷകരായ അബൂ താലിബ് സംസാരിക്കുകയാണ്. ഒന്ന് ആവശ്യപ്പെട്ടാൽ മതി, ഒന്ന് വിവരമറിയിച്ചാൽ മതി, ഖദീജ ബീവി നിങ്ങളയക്കും. അള്ളാഹുവിന്റെ റസൂൽ എന്താണ് പിതൃവ്യനോട് സംരക്ഷകരോട് പറയുന്നത്? ഇങ്ങോട്ട് വരും. ഖദീജ ബീവിയുടെ അഭ്യർത്ഥന ഇങ്ങോട്ട് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുകയാണ്. അങ്ങനെ തന്നെ വന്നു. ഖദീജ ബീവിയുടെ വിവരം ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നിട്ടാണ് കച്ചവടത്തിൻ്റെ ആവശ്യം പറയുന്നത്, നബിയെ കിട്ടാൻ വേണ്ടി ചോദിക്കുന്നത്. ആ നിലക്ക് തന്നെ നബിയെ കച്ചവടത്തിന് അയച്ചു. ശേഷം വിവാഹാഭ്യർത്ഥന നടത്താൻ മൈസറത്തിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് സ്വതേ തന്നെ അറബികൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വവും അൽ അമീൻ എന്ന അവിടുത്തെ വ്യക്തിത്വത്തെ കുറിക്കുന്ന ആ മഹാപരിശുദ്ധമായ വിശേഷണവും പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുള്ള ഖദീജ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇണയായി കിട്ടാൻ ആഗ്രഹിക്കുന്നത് ഈ നബിയാകുന്ന റിസാലത്തിൻ്റെ വിവരത്തിൻ്റെ സുവിശേഷം പറഞ്ഞിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ഈ സുവിശേഷം വർഷങ്ങളോളം കാത്തു സൂക്ഷിക്കുകയാണ്. 10-15 വർഷം കാത്തു സൂക്ഷിക്കുകയാണ് ഖദീജ. മക്കയിൽ വലിയ വർത്തമുഖയായ ഖദീജക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ താമസിക്കുമ്പോൾ, ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ, ആ കൂരാക്കൂരിട്ടത്ത് വൈദ്യുതിയില്ല, ഇരുട്ടില്ല. ഇപ്പം തന്നെ ഹിറാ ഗുഹയിൽ കയറിയാൽ അറിയില്ലേ എന്താണോ പ്രയാസമെന്ന്. അന്നത്തെ കാലത്തെ ഹിറാ ഗുഹയിലേക്കുള്ള പ്രയാസവും ദുർഘടമായ വഴിയും ആ മലമ്പാതയും ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ചവിട്ടടികൾ പോലുമില്ലാത്ത ആ സ്ഥലത്ത് അവിടേക്ക് കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സഹധർമ്മിണിയെ ഒന്ന് മനസ്സിൽ നിരൂപിച്ചു നോക്കൂ. മക്കയിലെ ഏറ്റവും വലിയ വർത്തകമുഖയാണ് ഖദീജ. ഈ ഖദീജ ബിവിയാണ് റസൂലുള്ളാഹിക്ക് മെല്ലെ കൊണ്ടു കൊടുക്കുന്നത്. ഒരുക്കുന്ന പാതയം കഴിഞ്ഞ ശേഷം നബി അവിടെ ഇരിക്കുകയാണെങ്കിൽ വീണ്ടും കൊണ്ടു കൊടുക്കുന്നത് ഖദീജയാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള വിവരം കിട്ടാനാണ്. ഈ വിവരം ബഹുമാനപ്പെട്ടവർ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വഹ്യ് വന്ന ആദ്യ വേളയിൽ ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ, റസൂലാക്കി നിയോഗിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമില്ലാതെ, നബിയാക്കിയിരിക്കുന്നു എന്ന അറിയിപ്പുമില്ലാതെ, ഒരറിയിപ്പില്ലാതെ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഖറഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് ഓതിക്കൊടുത്ത്, ആ ഓതിക്കൊടുത്ത 5 കൊച്ചു വചനങ്ങളുമായി വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് തികച്ചും അപരിചിതം തന്നെയാണ്. ഇതിനെപ്പറ്റി പെട്ടെന്നറിയില്ല. വിശുദ്ധ ഖുർആനും പറയുന്നുണ്ടോ, മാ കുന്ത തദ്രി മൽ കിതാബു വൽ ഈമാൻ, എന്താണ് വേദം എന്നൊരു വിവരവും തങ്ങൾക്കില്ല, എന്താണ് വിശ്വാസം എന്നതിനെക്കുറിച്ചൊരു വിവരവും തങ്ങൾക്കില്ല. ഒന്നുമില്ലാത്തവർ തന്നെയാണ്. എല്ലാ അമ്പിയാക്കന്മാരും അങ്ങനെ തന്നെയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലും ഈ വിവരം വരുമ്പോൾ ഞാൻ എന്തായി പോകും, ഇനി എന്താണ് എനിക്ക് സംഭവിക്കുക, മരണത്തിലേക്കുള്ള പോക്കാണോ എന്ന് പേടിച്ചു പോയി എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഖദ് ഖശീതു അലാ നഫ്സി, എൻ്റെ മേൽ ഞാൻ മരണം പേടിക്കുന്നു എന്ന്. നബുവത്തിനെ കുറിച്ചുള്ള സംശയം ലവലേശമില്ല. കാരണം നബുവത്തിനെ കുറിച്ചുള്ള ധാരണ തന്നെയില്ല.
റിസാലത്തിനെ കുറിച്ചുള്ള ധാരണയില്ല, വേദത്തെക്കുറിച്ചുള്ള ധാരണയില്ല, ഇത് വേദവാക്യമാണെന്ന അറിയിപ്പുമില്ല. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നും പറഞ്ഞ 5 വചനങ്ങൾ ഓതിക്കൊടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പോവുകയാണ്. ഈ വചനങ്ങൾ കേട്ട് ആ വചനങ്ങൾ കേട്ടപ്പോഴുണ്ടാകുന്ന ആ ഗാംഭീര്യത്തിലും പ്രയാസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ കനവും ഭാരവും പേറി പ്രയാസപ്പെട്ട ആ പ്രയാസ സമയത്ത് ഖദീജ ബിബി കൊണ്ടുപോകുന്നത് എങ്ങോട്ടാ? വറഖത്ത് ഇബ്നു നൗഫൽ. ഇത് ഈ അറേബ്യൻ സമൂഹത്തിൽ നബിയുടെ കാലത്തേക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള ആളാണ്. സ്വന്തം ജനത, മക്കയിലെ ജനത, ഹിജാസിലെ ജനത, ആസകലം അദ്നാൻ ഗോത്രക്കാരായി വരുന്ന വിശാലമായ ഹിജാസിലെ അറബ് ഗോത്രങ്ങൾ അത്രയും ജാഹിലിയത്തിൽ ആപതിച്ച് ജാഹിലിയത്തിൽ തന്നെ കുടുങ്ങി നിൽക്കുമ്പോൾ വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്ന് പറയുന്ന ആളും അങ്ങനെ 2-3 ആളുകൾ മാത്രം ഷാമിലേക്ക് പോവുകയാണ് വിവരങ്ങൾ കിട്ടാൻ. വേദവിവരങ്ങളുള്ള, വേദപുരോഹിതന്മാരുള്ള, പണ്ഡിതന്മാരുള്ള അറബികളല്ലാത്ത മറ്റു ജനതയെ കാണാൻ. അവിടെ വെച്ച് നസറ മതത്തിൽ പ്രത്യേകം കൂടുകയാണ് വറഖത്ത് ഇബ്നു നൗഫൽ. സെയ്ദ് ഇബ്നു അംർ ഇബ്നു നൗഫലിനാണെങ്കിലോ ഈ നസാറ മതത്തിൽ ഒട്ടും വിശ്വാസം തോന്നിയില്ല. പുരോഹിതന്മാരിലോ അവർ പറയുന്നതിലോ ബഹുമാനപ്പെട്ടവർക്ക് തോന്നിയില്ല. പക്ഷേ രണ്ടുപേരും സമാന മനസ്കരാണ്. അവർ രണ്ടുപേരും മുവഹിദുകളാണ്. ഈ മുവഹിദുകളായി ശേഷിച്ചവർ 2 പേരും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നബിയായി വരുന്നവർ നിയോഗകാലത്തുണ്ട്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു കരുതലാണ്. ഈ വറഖത്ത് ഇബ്നു നൗഫലാണ് ഖദീജ റളിയല്ലാഹു അൻഹ വരുമ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ പെട്ടെന്ന് ഈ സംഭവം എന്നാണെന്ന് അറിയിച്ച് സമാധാനം പകരുന്നതിന് വേണ്ടി നബിയെ കൊണ്ടു ചെല്ലുമ്പോൾ ആ ഖദീജ ബീവിക്ക് വിവരം നൽകുന്നത് വറഖത്ത് ഇബ്നു നൗഫലാണ്. വറഖത്ത് ഇബ്നു നൗഫൽ ഖദീജ ബീവിക്ക് വിവരം നൽകുമ്പോൾ എന്താണ് പറയുന്നത്, എന്താണ് കേട്ടത് എന്ന് ഞാൻ അവരിൽ നിന്ന് തന്നെ കേൾക്കട്ടെ എന്നും പറഞ്ഞ് നബി പറഞ്ഞത് കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ വറഖത്ത് ഇബ്നു നൗഫൽ പറയാണ്, മൂസ. ഇത് മൂസാ നബി അലൈഹിസ്സലാമിക്ക് അവതരിച്ച നാമൂസാണല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പൂർവ്വവേദത്തിലെ നാമമാണിത്. നസാറാക്കൾ മനസ്സിലാക്കുന്ന നാമമാണിത്. ഈ നാമൂസാണല്ലോ ഇത് എന്ന് വറഖത്ത് ഇബ്നു നൗഫൽ വിവരം കൊടുക്കുമ്പോൾ ഖദീജ ബീവിക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന കാത്തിരുന്ന പ്രവാചകരെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയം ഉറക്കുകയാണ്. ഇതേപോലെ വറഖത്ത് ഇബ്നു നൗഫലിൻ്റെ അടുത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം നബിയുടെ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവർക്ക് വന്നു. അതെങ്ങനെയെന്നാൽ ജാഹിലിയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമന വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നത് 2 പ്രധാനപ്പെട്ട അറേബ്യയിലെ പ്രമുഖരായ ആദരണീയരായ 2 പേരുടെ സംഭാഷണമാണ്. ഒന്ന് ഉമയ്യത്ത് ഇബ്നു അബിസ്വൽത്ത് എന്ന കവി, നല്ല 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 കവിതകൾ തന്നെ പാടിയിട്ടുള്ള കവി. ആമന ഷെയ്റുഹു വകഫറ ഖൽബുഹു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അയാളെ ഈ കവിതയ്ക്ക് നല്ല ഈമാണ്ട്, പക്ഷേ കൽബ് കാഫിറാണ്. കാഫിറായ കൽബിൽ നിന്ന് ഈമാന്റെ കവിതകൾ ധാരാളം നിർഗളിച്ചു. ഒരേ സദസ്സിൽ നിന്ന് 150-ൽ പരം കവിതകൾ ഉമയ്യത്ത് ഇബ്നു അബിസ്വൽത്തിൻ്റേത് ഒരാളിൽ നിന്ന് കേട്ടപ്പോൾ വീണ്ടും 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 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കേട്ട് 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 നബിയുടെ വായിൽ നിന്ന് വന്നതാണ് ആമന ഖൽബുഹു വകഫറ ഖൽബുഹു എന്ന്. ഇദ്ദേഹം കാഫിറാണെങ്കിലും ഈ വിവരം നൽകാൻ കാത്തിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ. കിട്ടേണ്ടവർക്ക് അത് കിട്ടാൻ അള്ളാഹുവിൻ്റെ ഒരുക്കങ്ങളും അള്ളാഹുവിൻ്റെ കരുതലുകളുമാണ് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത്. സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈലും ഈ ഉമയ്യത്ത് ഇബ്നു അബിസ്വൽത്തും കഅബയുടെ മുറ്റത്തിരുന്ന് സംഭാഷണം നടത്തുകയാണ്. സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സെയ്ദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ ചോദിക്കുന്നു ഉമയ്യത്തിനോട്, നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ല, കിട്ടില്ല, എന്നാൽ കിട്ടും, ആവും എന്ന് അവർ തമ്മിലുള്ള സംഭാഷണം. ഇതെന്താണെന്ന് ബഹുമാനപ്പെട്ടവർക്ക് അറിയില്ല. സിദ്ദീഖ് എന്നവർ ഇത് കേൾക്കുന്നു. സിദ്ദീഖ് എന്നവർക്ക്, അവരെക്കാൾ പ്രായമുണ്ട് ഇവർക്ക് 2 പേർക്കും. ഈ 2 പേരുടെ സംഭാഷണം കേൾക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ കാത്തിരിക്കുന്ന ഒരു പ്രവാചകനെ കുറിച്ചുള്ള വിവരം ഇവർ 2 പേർക്കുള്ള ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുകയും അത് കേൾക്കുകയും ചെയ്തപ്പോൾ എന്താണ് അവർ പറയുന്നതിൻ്റെ തിട്ടമറിയാൻ, നിജസ്ഥിതി അറിയാൻ അവർ സമീപിക്കുന്നത് അവരുടെ കുടുംബത്തിലെ ഖുറൈശികളിൽ നിന്ന് ക്രിസ്ത്യാനിയായ വേദവിവരം നേടിയിട്ടുള്ള പുരോഹിത സ്ഥാനത്ത് വരെ വരാവുന്ന തരത്തിലുള്ള അറിവുകൾ നേടിയ വറഖത്ത് ഇബ്നു നൗഫലിനെയാണ്. വറഖത്ത് ഇബ്നു നൗഫലിനെ സമീപിക്കുന്നു സിദ്ദീഖ് എന്നവർ. ഇവർ 2 പേരും തമ്മിലുള്ള സംഭാഷണം അറിയിക്കുന്നു. അപ്പോൾ വറഖത്ത് ഇബ്നു നൗഫൽ ചുരുളഴിയിക്കുന്നു, എല്ലാ പ്രവാചകന്മാരും സുവിശേഷം അറിയിച്ച ഒരു പ്രവാചകൻ വരാനിരിക്കുന്നുണ്ട്. അത് അറേബ്യയിലാണ് വരിക.
പക്ഷെ അവർ രണ്ടുപേരും സംസാരിച്ച രീതിയിൽ അവരിലല്ല വരിക. എനിക്ക് അതേക്കുറിച്ച് നല്ലപോലെ അറിയാം. അറേബ്യൻ കുടുംബത്തിലെ ഗോത്രങ്ങളെ സംബന്ധിച്ചും അവരുടെ കുടുംബങ്ങളെ സംബന്ധിച്ചും നല്ല വിവരം എനിക്കുണ്ട്. ആ നബി വരിക നിങ്ങളുടെ ഗോത്രത്തിൽ, ഖുറൈശി ഗോത്രത്തിലാണ് വരിക. ആ ഗോത്രത്തിൽ ആ നബി വരും എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കേൾക്കുമ്പോൾ സിദ്ദീഖ് എന്നവർ ഉറക്കത്തിനോട് ചോദിക്കുകയാണ്, എന്തായിരിക്കും ആ നബി പറയുക? അടയാളം കിട്ടാൻ അവർ ചോദിക്കുന്നു, എന്തായിരിക്കും ആ നബി പറയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നബി എന്താണ് പറയുക എന്ന് സിദ്ദീഖ് എന്നവർ ചോദിക്കുമ്പോൾ ഉറക്കത്ത് സംസാരിക്കുന്നത്, എന്താണ് പറയുക? യഖൂലു മാ ഖീല ലഹു, എന്താണോ അദ്ദേഹത്തോട് പറയപ്പെടുന്നതെങ്കിൽ അത് പറയും. സ്വന്തമായി ഒന്നും പറയില്ല, സ്വന്തമായി ഒന്നും പറയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മൾ കൂടി മനസ്സിലാക്കേണ്ട, നമ്മൾ കൂടി തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. എന്താണോ പറയുക എന്ന് പറയാൻ കഴിയില്ല. ഒരുങ്ങി വന്ന് സംസാരിക്കുന്നതല്ല, ഒരുങ്ങി വന്ന് ഒന്നും പറയില്ല, തന്നിൽ നിന്നൊന്നും പറയില്ല. യഖൂലു മാ ഖീല ലഹു, എന്താണോ അവരോട് പറയപ്പെടുന്നതെങ്കിൽ അത് പറയും. ഇതാണ് ഒരു റസൂലിന്റെ ദൗത്യം. ഏത് റസൂലിന്റെയും ദൗത്യം ഇത് തന്നെയാണ്. എന്താണോ അവരോട് വഹയായിട്ട് അറിയിക്കപ്പെടുന്നത് ഒരു ജനതയ്ക്ക് നൽകാൻ, അതാണ് അവർ പറയുക. എന്താണോ അള്ളാഹു സന്ദേശം നൽകുന്നത് അതാണ് നബിമാര് പറയുക. എന്താണോ റിസാലത്തായിട്ട് സന്ദേശമായിട്ട് ജനങ്ങൾക്ക് നൽകാൻ അള്ളാഹു തആല നൽകുന്നത് അതാണ് മുർസലീങ്ങൾ പറയുക. യഖൂലു മാ ഖീല ലഹു പറയും. പക്ഷേ നിങ്ങൾക്കറിയാൻ, ഇല്ലാ അന്നഹു ലാ യളിമു വലാ യല്ലലിമു വലാ യല്ലാലമു, പക്ഷെ ഒന്നുണ്ട്, അവർ ഒരിക്കലും ആരെയും ദ്രോഹിക്കൂല, ആക്രമിക്കൂല, അവകാശങ്ങൾ പിടിച്ചെടുക്കുകയില്ല, അവകാശങ്ങൾ ഹനിക്കുകയില്ല, അവകാശങ്ങൾ കൈയടക്കുകയില്ല, അവകാശങ്ങളുടെ മേൽ കയ്യേറ്റം നടത്തുകയില്ല. വലാ യല്ലലിമു, ആരുടെ ദുൽമും വകവെക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുകയില്ല. വലാ യല്ലാലും, ദുൽമിനോട് ഒരു സഹകരണവും ഉണ്ടാകില്ല. ദുൽമിൽ നിന്ന് മാറി അതില് നീതി, ഇത് തന്നെ ആയിരിക്കും ആ നബിയുടെ വ്യക്തിമുദ്ര, സ്വഭാവമുദ്ര എന്ന് വറഖത്ത് ഇബ്നു നൗഫൽ സിദ്ദീഖുൽ അക്ബർ എന്നവരോട് പറയുകയാണ്. ഈ വിവരം വെച്ചുകൊണ്ടാണ് സിദ്ദീഖുൽ അക്ബർ എന്നവർ ഖദീജ റളിയല്ലാഹു അൻഹ, രണ്ടുപേരും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നബിയുടെ സഹായികളായി നിയുക്തരാകുന്നു, കടന്നു വരുന്നു. ഈ രണ്ടുപേരോട് ഇസ്ലാം കടപ്പെട്ടതുപോലെ മറ്റാരോടും കടപ്പെട്ടിട്ടുമില്ല നബിയെ ഒഴിച്ചാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിച്ചാൽ ഈ ഉമ്മത്തും ദീനും ഏറ്റവും കടപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങൾ, ഒരാണും ഒരു പെണ്ണും. ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹ, ഒന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഇവർക്ക് രണ്ടു പേർക്കും കിട്ടുന്നത് എങ്ങു നിന്നോ വേദക്കാരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുമായി അറിയുന്ന ഒന്ന് രണ്ട് ആളുകൾ മാത്രം ഈ അറേബ്യൻ മണ്ണിൽ, അറേബ്യൻ ജാഹിലിയത്തിൽ ശേഷിക്കുന്നവരിൽ നിന്ന്, നബിയുടെ കാലത്തേക്ക് വേണ്ടി ശേഷിക്കുന്നവരിൽ നിന്ന്. എന്നാൽ ഈ രണ്ടു പേർക്കും ശരിക്കും നബിയെ കൊണ്ട് വിശ്വസിക്കാൻ സാധിച്ചില്ല. നബിയെ കൊണ്ട് വിശ്വസിക്കാൻ, നബി റസൂലായി വരുന്ന കാലം വരെ നിൽക്കാൻ കഴിഞ്ഞില്ല. ജനിച്ചാൽ പോരല്ലോ, 40 വയസ്സ് കഴിഞ്ഞിട്ടില്ല റസൂലായി വരുന്നത്, അതുവരെ കിട്ടിയില്ല. ഉമയ്യത്ത് ഇബ്നു സ്വൽത്തിന് അത് കിട്ടി, പക്ഷെ മൂപ്പരൊട്ട് വിശ്വസിച്ചതില്ല. വക്കഫറ ഖൽബുഹു എന്ന് നബി പറഞ്ഞ രീതിയിൽ അദ്ദേഹം ചെറിയ ഒരു കാരണത്തെ കൊണ്ട് മാത്രം അദ്ദേഹം വിശ്വസിക്കാതിരുന്നു. ലൗലസ്തഹിയാഇ മിൻ നിസാഇ സഖീഫ്, എൻ്റെ ഗോത്രത്തിലെ സഖീഫ് ഗോത്രക്കാർ പെണ്ണുങ്ങളൊക്കെ ഞാനാണ് വഹിയായിട്ട് വരുന്ന പ്രവാചകൻ എന്ന് പറഞ്ഞിരുന്നു ഒരു ദൂതനെക്കുറിച്ചുള്ള വിവരം ഞാൻ നൽകുമ്പോൾ. കാരണം ഞാനാണല്ലോ പല വിവരങ്ങളും ഇങ്ങനെ നൽകുന്നത്. വഹി ഇറങ്ങണമാതിരി കവിത ഇറങ്ങിയിരുന്നു. ജിന്നിൽ നിന്ന് കവിതകൾ ഇങ്ങനെ കിട്ടുന്നതാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. ആ ജിന്നിൽ നിന്ന് കിട്ടുന്നതൊക്കെ വഹിയാണ് എന്ന് പാവം തെറ്റിദ്ധരിച്ചിരുന്നു. അയാളും താനാണെന്ന് ധരിച്ചിരുന്നു. പെണ്ണുങ്ങളൊക്കെ അയാളാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. ഇനി ഞാൻ വരുമ്പോൾ മറ്റൊരാളാണ് ആ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചിലല്ലേ. ആ നസീഫ് ഗോത്രത്തിലെ പെണ്ണുങ്ങൾ പറയുന്നത്, മടിച്ചിട്ടാണ് ഞാൻ കൂടാത്തത്, നിങ്ങൾ ആ നബിയെ പിൻപറ്റിക്കോളൂ എന്ന് ഇദ്ദേഹം മഹാനായ സിദ്ദീഖ് അബൂ സുഫിയാനോട് വിവരം നൽകിയിട്ടുള്ള വിവരം ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അബൂ സുഫിയാനോട് വിവരം നൽകിയിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ചോ, നിങ്ങൾ കൂടിക്കോ, സത്യത്തിൻ്റെ മേലിൽ തന്നെയാണ് അവർ. പിന്നെ നിങ്ങളെന്താ വിശ്വസിക്കാത്തതെന്ന് ചോദിക്കുമ്പോഴേ ഈ പറയുന്നത്, സഖീഫ് ഗോത്രത്തിലെ പെണ്ണുങ്ങളൊക്കെ എന്നെയാണ് വിചാരിച്ചിരുന്നത്, ഞാനെല്ലാം തന്നെ അവർ കുറച്ചില്ലല്ലേ. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കുഫർ. ഇതൊക്കെ ഒരു യോഗമാണ്, ദുര്യോഗം സൗഭാഗ്യം ഒക്കെ അങ്ങനത്തെ യോഗങ്ങളാണല്ലോ. ഈ യോഗപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഈ രണ്ട് മഹാവ്യക്തിത്വങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈ വിവരം വെച്ചുകൊണ്ടാണ്. ഈ സുവിശേഷത്തിൻ്റെ വിവരം നിലനിൽക്കുന്ന ജനതതി
ജൂത ക്രിസ്തീയ വിഭാഗത്തിൻ്റെ മണ്ണിലാണ് നാലാം വേദമായി വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതും അവരെ സംബന്ധിക്കുന്ന ചർച്ചകളും അവരെ സംബന്ധിക്കുന്ന വിവരങ്ങളും തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയിട്ടുള്ള വേദം പ്രത്യേകമായി ഒരു ജനതയെക്കുറിച്ച് പറയുന്നത്.